FIR ചെയ്തിട്ട് പ്ലേസ് ഓഫ് ഓക്കറൻസ് പരിശോധിക്കാൻ സമയത്ത് ഞങ്ങൾ സീൽ ചെയ്തിരുന്നു. ആദ്യത്തെ ദിവസം തന്നെയാണ് സ്വർണ്ണവും പണമൊക്കെ കൊണ്ടുപോയത്. ഇങ്ങനെ ചാക്കിൽ കെട്ടി എങ്ങനെയാണോ? അതെ, ബാഗ് ഒരു സഞ്ചിയാണ് അദ്ദേഹം പ്ലേസ് ഓഫ് ഓക്കറൻസിനെ ആണ് എടുത്തത്. ആ സഞ്ചി, പിന്നെ അദ്ദേഹം ഒരു മാസ്ക് ധരിച്ചിരുന്നു, പിന്നെ തുണി ധരിച്ചിരുന്നു. അതെല്ലാം ഉപയോഗം ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് ശേഷം വീട്ടിൽ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ കത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് ഞങ്ങൾ ഇപ്പോൾ റിക്കവറി ചെയ്യാൻ ഇപ്പോൾ പോകുന്നുണ്ട്. സോറി, വീട്ടിലും നാട്ടിലും തന്നെയായിട്ട് പ്രതി തുടരുകയായിരുന്നു അന്വേഷണമൊക്കെ നടക്കുമ്പോൾ. അതെ 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 യെസ്. വേറെ ആരുടെയും ഹെൽപ്പോ ഒന്നുമില്ല. അതെ, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് ഇത് പരിശോധിച്ചിട്ട് ഇപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതാണ്. അത് കുറച്ച് അധികമായിട്ട് ചോദ്യം ഇപ്പോൾ ചെയ്യാൻ ആവശ്യമാണ്. അധികമായിട്ട് CCTV ക്യാമറ ഇനിയും നമുക്ക് പരിശോധിക്കാൻ ബാക്കിയാണ് ഉള്ളത്. അത് നിങ്ങൾ ഫർദർ ആ ആംഗിൾ കൂടി പരിശോധിക്കാൻ പോകുന്നുണ്ട്. നേരെ വീട്ടിലേക്ക് ഇപ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലായത് അദ്ദേഹം ഈ കാര്യം ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോയത്. നമുക്ക് ചോദിച്ചിട്ട് ഇപ്പോൾ നോക്കേണ്ടി വരും. സാറേ, ഈ 1,21,00,000 രൂപ വീട്ടിൽ ഇങ്ങനെ പണമായി സൂക്ഷിക്കുന്നതിന് എന്തെങ്കിലും രേഖകൾ ആ ആംഗിളിലേക്ക് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. ഇപ്പോൾ നോക്കാം. ഇപ്പോൾ മോഷണം കേസല്ലേ, വി ആർ ട്രൈങ് ടു ക്യാച്ച് ദ അക്യൂസ്ഡ് ഫസ്റ്റ്. പ്രതി എപ്പോഴെങ്കിലും അന്വേഷണം വഴി തിരിച്ചു വിടാൻ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? സോറി, പ്രതി എപ്പോഴെങ്കിലും അന്വേഷണം വഴി തിരിച്ചു വിടാൻ വേണ്ടി അല്ലെങ്കിൽ എന്നിലേക്ക് വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും? അല്ല, അങ്ങനെ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. കാരണം വളരെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഞങ്ങൾ അന്വേഷണം ചെയ്തിട്ട് ഈ കാര്യം ആണ് ഈ പ്രതിയിലേക്ക് വന്നത്. നമ്മുടെ അന്വേഷണം ടീം ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം CCTV ക്യാമറ, CDR, ടവർ ഡംപ്, ഇത് ട്രഡീഷണൽ ഇൻവെസ്റ്റിഗേഷൻ, അതെല്ലാം ഉപയോഗിച്ചിട്ട് ഈ പ്രതിയിലേക്ക് ഞങ്ങൾ എത്തിയത്. സോ അന്വേഷണം ടീം അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ദറ്റ് ഹി ഈസ് ട്രൈങ് ടു ഡൈവേർട്ട് ദ ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെ ഒരു ശ്രദ്ധയിൽ വന്നിട്ടില്ല. അന്വേഷണം സംഘമിൻ്റെ എക്സ്പെർട്ടൈസ് ആയതുകൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് വന്ന വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോയിട്ടില്ല. ഈ വീട് ഉണ്ടല്ലോ, സോ അദ്ദേഹത്തിൻ്റെ വീട് ഇതിൻ്റെ പുറകിലാണ്. ആ ഭാഗത്തേക്ക് ഡോഗ് പോയി, പിന്നെ റെയിൽവേ ട്രാക്ക് ഭാഗത്തേക്ക് അവിടെ തന്നെ തുടങ്ങി. സോ അത് നമുക്ക് ചിലപ്പോൾ ഇയാൾ വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ ട്രാക്കിലേക്ക് പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ 4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പരാതിയാണ് കിട്ടിയത്. സോ 4 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഡോഗ് അത്ര ധാരണ ഉണ്ടാവില്ല. ആ ആംഗിൾ കൂടിയാണുള്ളത്. മോഷണ സമയത്ത് ധരിച്ചിരുന്ന ഡ്രസ്, ടീഷർട്ട് പിന്നെ പുള്ളി ബേൺ ചെയ്തു. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം അദ്ദേഹം കത്തിച്ചിട്ടുണ്ട്. നമുക്ക് അത് ക്രോസ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ബാക്കിയാണ്. അയാളുടെ വീട്ടിൽ പോയ ശേഷമാണോ കത്തിച്ചത്? അതെ, യെസ്. ഈ 1,02,00,000 അഷ്റഫിന്റെ വീട്ടിൽ തന്നെ മോഷ്ടിച്ച തുകയാണോ? അതെ, യെസ്. കീച്ചേരി മോഷണത്തിലെ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? കീച്ചേരി മോഷണമിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് ഫർദർ ഇയാൾക്ക് ക്വസ്റ്റ്യൻ ചെയ്തിട്ട്, കാരണം 1 വർഷം ഏകദേശം ആയിട്ടുണ്ട്. സോ മേ ബി എന്തെങ്കിലും ആണെങ്കിൽ ഈ റിക്കവറി പാട് തന്നെ ആയിരിക്കും, 1 വർഷം ആയതുകൊണ്ട്. പക്ഷേ ഇയാൾക്ക് കസ്റ്റഡിയിൽ എടുത്തിട്ട് ഞങ്ങൾ ഫർദർ ഭാഗമായിട്ട് ഈ കീച്ചേരി മോഷണത്തിന്റെ കാര്യങ്ങൾ കൂടി ഈ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി വന്നിട്ടുണ്ടോ? അത് ആ കുറ്റം പ്രതി സമ്മതിച്ചിട്ടുണ്ടോ? അത് അദ്ദേഹം സമ്മതിച്ചു. പക്ഷെ അതിന്റെ മുമ്പ് തന്നെ ഈ പ്രതിന്റെ ഫിംഗർ പ്രിന്റ് നമ്മുടെ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് മാച്ച് ചെയ്തിട്ട് നോക്കി, ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ മാച്ച് ആയിട്ടുണ്ട്. സോറി, അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇയാൾക്ക് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കും, ഒരു ക്വസ്റ്റനിങ് ചെയ്തിട്ട് നോക്കും. കാരണം ഇയാൾ മറ്റു കേസുകളിൽ ഇൻവോൾവ് ആവാൻ സാധ്യതയാണ്. ഇത് ഈ പ്രതി നമ്മൾ ഈ അന്വേഷണമൊക്കെ നടത്തുമ്പോൾ ഈ വീട് പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നോ? ഇതിന് ശേഷം നാട്ടിലുണ്ടായിരുന്നു. അന്വേഷണ സംഘത്തെ ഇയാൾ വിളിച്ചു ബന്ധപ്പെട്ടു എന്ന് പ്രതിയെ കിട്ടിയോ എന്ന് ഇയാൾ അന്വേഷിച്ചതായിട്ടുള്ള ചില കഥകൾ പ്രചരിക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതയാണോ? അങ്ങനെ ചെയ്തോ? അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റും അതുപോലെ കീച്ചേരിയിലെ വീട്ടിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റും മാച്ച് ചെയ്തിട്ടല്ലേ പ്രതിയെ ഐഡന്റിഫൈ ചെയ്യുന്നത്? അല്ല, അത് നമുക്ക് ഇപ്പോൾ അത് അണ്ടർ പ്രോസസ്സിംഗ് ആണ്. ആ ഫിംഗർ പ്രിന്റ്, ഈ പ്രതിന്റെ ഫിംഗർ പ്രിന്റ് മാച്ചിങ് പ്രോസസ്സിംഗ് ആണ്, അണ്ടർ പ്രോസസ്സിംഗ് ആണ്. കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം
എടുത്ത ഫിംഗർ പ്രിന്റ് ആണോ മാച്ച് ആയത്? അതെ 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 യെസ്. സംസ്ഥാനത്ത് ആദ്യത്തെ കേസെന്ന് പറയാൻ പറ്റും. ഇത്രയും തുകയും പണവും വീട് കുത്തി തുറന്ന് നടത്തി സംസ്ഥാനത്ത് ആദ്യത്തെ എന്ന് പറയാൻ പറ്റും. ഏറ്റവും വലിയ ഒരു കവർച്ച ആണ് ഉള്ളത്. പക്ഷേ അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം നമ്മുടെ കണ്ണൂർ സിറ്റി പോലീസിന്റെ ഏറ്റവും വലിയ സക്സസ് കൂടിയാണ് ഉള്ളത്. വീട് കുത്തി തുറന്നുള്ള കവർച്ചകളിൽ ഏറ്റവും വലുത് ഇതാണെന്നല്ലേ പറഞ്ഞത്? വൺ ഓഫ് ദ ഹൈയസ്റ്റ്. ഗോൾഡും മണിയും കൂടെ ചേർന്നു. ഇതിന് ഗോൾഡ് പോയതുണ്ടാവും, ഇത്രയും എമൗണ്ടും കൂടെ പോയത് ഈ വർഷമായി. എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടായിരുന്നോ ഈ കേസിന്റെ അന്വേഷണത്തിൽ? നിങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രയാസവും വെല്ലുവിളികളോ? ക്ലിയർ പിക്ചർ നമുക്ക് ആദ്യം കിട്ടി